എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ അമ്പലത്തിൽ വിളക്കുണ്ട്. അപ്പോൾ വിളക്കിനായിട്ട് ഞങ്ങൾ പോവുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. മനുഷ്യ അവിടെ ഒരു കൊച്ചു വന്ന് അതിനെ വിളിക്കുക. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വിളക്ക് കൊളുത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നാട്ടിലെ വൃശ്ചിക മാസത്തിലെ കാര്യമാണ്. നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ വൃശ്ചിക മാസത്തിൽ, അതായത് എൻ്റെ കുഞ്ഞിലെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ വായനയുണ്ടാവും. അത് ഓരോരുത്തരുടെ വകയായിട്ടായിരിക്കും. എന്നിട്ട് വൈകുന്നേരത്ത് അമ്പലത്തിൽ പായസം കിട്ടും. മെയിനായിട്ട് എന്താണെന്നറിയോ, അമ്പലത്തിൽ പോയിരുന്നിട്ട് സന്ധ്യാനാമം ജപിക്കാമായിരുന്നു. അത് മൈക്കിൽ കൂടെ, അന്ന് മൈക്കിൽ കൂടെ ഒക്കെ സന്ധ്യാനാമം ജപിക്കാൻ കിട്ടുന്നതൊക്കെ അർബുറുമായിട്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെയും അത് കണക്ക് തന്നെ ഞങ്ങൾ ചുറ്റുവിളക്കൊക്കെ കത്തിച്ച്, അത് കണക്ക് തന്നെ ഭജനയുണ്ട്. ഇവിടെ ഭജനയൊക്കെ പാടിയതിന് ശേഷം സദ്യയുണ്ട്. സദ്യയല്ല, ഭക്ഷണം. ഇന്ന് ഞങ്ങളുടെ വകയായിട്ടായിരുന്നു ഭക്ഷണം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം വൈകുന്നേരത്ത് ഞാനൊരു ഫംഗ്ഷന് പോയതാണ്. ഇത് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ഇതൊരു ഹോട്ടലിൽ ബ്യൂട്ടി കോൺടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ ഇവിടുത്തെ മഹിളാ സമാജത്തിൻ്റെ. അപ്പം ഞാനും ആ മഹിളാ സമാജത്തിലുണ്ട്. അപ്പോൾ അതിനായിട്ട് പോയതാണ്. ഞാൻ അങ്ങനെ ഇതുവരേക്കും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോയത്. പോവാൻ കാരണം ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർ തന്നെ ഇവിടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് അങ്ങനെ അതിനായിട്ട് പോയതാണ്. ഞാനിവിടുത്തെ മഹിളാ സമാജത്തിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രോഗ്രാമിന് ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് മെയിൻ സമയമില്ല. അതുമല്ല, ഞാൻ എവിടെ പോയാലും ഞാൻ ധനുഷിനെ കൊണ്ടാണ് പോകുന്നത്. മഹിളകളുടെ പ്രോഗ്രാമിന് ധനുഷിന് എന്ത് കാര്യം? അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നിനും പോകത്തില്ല. ഇന്നും ഇപ്പോൾ ധനുഷും ഞാനും കൂടെ പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. എനിക്കിത് കണ്ടപ്പോഴത്തേനും എനിക്കിവിടെ നിന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഒരു കർണാടകയിലുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സൗത്ത് ഇന്ത്യൻ്റെ ഇതായിട്ട് അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒക്കെ പോയി പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഞാൻ ഇരുന്നു, പക്ഷേ പെട്ടെന്ന് പോയിരുന്നു. നാളെ ധനുഷിന് കോളേജുണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇരുന്നില്ല. എന്തുവായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എൻ്റെ ഫസ്റ്റ് അനുഭവമായിരുന്നു. ഞാൻ ഇതുവരെയ്ക്കും ഇങ്ങനെയൊന്നുള്ള പ്രോഗ്രാമിനൊന്നിനും പങ്കെടുത്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അവിടെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റോളും ഉണ്ടായിരുന്നു. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്ത് ഇട്ട് വന്നു. ഈ ഒരു ലേഡിയെ നോക്കൂ, അവരൊരു ഗണ്ണൊക്കെ വെച്ചിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. കൗബോയ്, അത് കണക്ക് കൗ ഗേൾ ആയിരുന്നെന്ന് തോന്നുന്നുണ്ട്. കൗബോയ് ഇങ്ങനെയല്ലേ ക്യാപ്പൊക്കെ വെച്ച് ഗണ്ണൊക്കെ പിടിച്ചോണ്ടല്ലേ വരുന്നത്. അത് കണക്ക് ഇത് കൗ ഗേളായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്തുവരെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല അതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു വരുന്നത്. അവരവരുടെ പല നാട്ടുകാരും ഉണ്ടല്ലോ, അപ്പോൾ അവരവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മേക്കപ്പായിട്ട് ഇതൊരു രാജസ്ഥാൻകാരായിരുന്നു. അതായത് ഇപ്പം ഈ പറയുന്നില്ല, ഇതാണ് രാജസ്ഥാനിലുള്ളത്. അവരവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അത് കണക്ക് എനിക്കും സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് കണ്ടപ്പോൾ സാരമില്ല, അടുത്ത വർഷമല്ലേ, പറ്റുമെങ്കിൽ പോവാമെന്ന് വിചാരിച്ചു. ഞാൻ അറിഞ്ഞാൽ പോകും അടുത്ത വർഷം. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫുഡ് സ്റ്റോള്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. പാനിപൂരി, സേവ് പൂരി, ചാട്ട് ഐറ്റം അല്ലാതുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവർ ഇവിടെ ഫുഡ് സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡിഷ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. പക്ഷേ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്തുവായിരുന്നു എൻ്റെ പേര്? എനിക്കതിൻ്റെ പേരറിയത്തില്ലായിരുന്നു, പക്ഷെ നല്ലതായിരുന്നു അല്ലേ? ധനുഷ് അതിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തുവാ എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങളത് ടേസ്റ്റ് ചെയ്തു. നല്ല കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് പാവിനകത്ത് ഇത് വെച്ചേക്കുന്ന, പാവിനകത്ത് ഇങ്ങനെ മസാല, ദാബേലി, അത് തന്നെ. എന്നെക്കാട്ടി കൂടുതലായിട്ട് ധനുഷിന് അറിയാവുന്ന ഈ ഐറ്റംസിൻ്റെയൊക്കെ പേര് കേട്ടോ. കാരണം ധനുഷാണ് ഇതിൻ്റെയൊക്കെ ആള്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതെല്ലാം പാസ്ത അങ്ങനെയുള്ള ഇതാണ് ആ ഡിഷ്. അവരുടെ ഒരു താലിയായിട്ടാണ്. നല്ലതായിരുന്നു, ഞങ്ങൾ കഴിച്ചു. ഇതാണ് ആ ഡിഷ്. നേരത്തെ ഞാനും ധനുഷും കൂടെ പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടിയില്ലേ, ആ ഡിഷായത്. ഇത് എന്തുവായിരുന്നു? ആ റൊട്ടി അല്ലായിരുന്നല്ലോ, അതെന്തുവായിരുന്നു? ബാക്കറി ആയിരുന്നു. ഇതാ എൻ്റെ സൊസൈറ്റിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഇവർ 3 പേരും. ബാക്കറി. പിന്നെ ഇത് പാവ് ഭാജി. ധനുഷും കുറച്ച് ഡിഷസൊക്കെ കഴിച്ചായിരുന്നു. പാനിപൂരി, ബൽപൂരി ഒക്കെ കഴിച്ചില്ലൂടാ.
അത് വെളിയിൽ വെച്ചിട്ടല്ലേ, ഇവിടെ വെച്ച് അവിടെ കഴിച്ചിട്ട്. ആ എവിടുന്നായാലും കഴിച്ചോ, അത് മതി. ഇതെല്ലാം സ്വീറ്റ് ഐറ്റംസ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിന് വന്നതാ. അല്ലാതെ കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അങ്ങനെ അത് കാണാനായിട്ട് വന്നതാ. ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അങ്ങനെ അവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതിനായിട്ട് വന്നതാ. പക്ഷെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ പോവാം. ഓക്കെ, ഞങ്ങൾ അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് ഇതൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് ധനുഷിന് പാനിപൂരിയും ബൽപൂരിയൊക്കെ കഴിക്കണമെന്നും പറഞ്ഞിട്ട് ദേ ഇവിടെ ഇരിക്കുക. എന്താ കഥ. അവരെ എനിക്ക് വേണ്ട, നിനക്കുണങ്ങി കഴിക്കാൻ പറഞ്ഞു. ദേ അങ്ങനെ അവിടെ കഴിക്കാനായിട്ട് കഴിക്കുക. നല്ലതായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു. പക്ഷേ ധനുഷിന് നാളെ കോളേജിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേയേറെ നിന്ന് കണ്ടിട്ടേ വരത്തുള്ളൂ. ധനുഷിന് കോളേജിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു. സേവ്പൂരിയാണ്. आताचे नाही, 2-3 दिवस तुम्हाला देतो, ठीक आहे ना. आताचे तर द्या. अहो आताचे नाही ना, काय देत नाही मी, 2-3 दिवस तुम्हाला देतो. पहिले पण आहे ना, पहिले तरी बाकी आहे ना, पहिले तू बाकी. ധനുഷ് പാനിപൂരി, ബേൽപൂരി, സേവ് പൂരി, പിന്നെന്തൊരു പൂരിയാ, എന്തിനാ ഇപ്പം കഴിച്ചാൽ സേവ് പൂരി, പൂരി, ബേൽപൂരി, അങ്ങനെ വേഗര കഴിക്കുക. എന്നാതിരുന്നാലോ ചിക്കൻ പനീർ, ചിക്കൻ നോൺ വെജ് പനീർ. ഹായ്, ഞങ്ങളങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തോന്നുന്നുണ്ട്. നമ്മളെ ബർഗർ കടയിൽ കയറി എന്താണൊക്കെ കഴിച്ചു വന്നു. കഴിച്ചതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, സത്യം പറയാലോ. ബർഗർ കഴിക്കണമെന്ന് പണ്ട് കയറിയതാ, പക്ഷെ എനിക്ക് ബർഗർ ഇഷ്ടമല്ല, അതുകൊണ്ട് ബർഗർ കഴിച്ചില്ല. വേറെ ഒക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നതാണ്. ഇനിയിപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് പോയത്, അതെല്ലാം പറക്കി വെക്കട്ടെ. നല്ലതായിരുന്നു ആ ഇത് ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ. കുറച്ച് നേരം കൂടെ ഒക്കെ എനിക്ക് നിന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ നാളെ ധനുഷിന് കോളേജ് ഉണ്ടായിട്ട് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ പോരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ്റെ ആയിട്ട് നല്ലോണം ഒരു കർണാടകയിലുള്ള ഒരുണ്ടായിരുന്നു. അവർ നന്നായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ, അതെ അവിടെ വെച്ചിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു അവർ വന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അശോ എനിക്കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമായിരുന്നു. നല്ല ട്രഡീഷണലായിട്ട് പട്ടുസാരിയൊക്കെ ഉടുത്ത് നല്ല ജ്വല്ലറിയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അങ്ങനെ വരണമായിരുന്നു എന്ന് വിചാരിച്ച്. പിന്നീടായിരുന്നു ഞാൻ ആലോചിച്ചത്, കഷ്ടമായിപ്പോയി. ഇനി അടുത്ത വർഷം, ഈ വർഷം ഞാൻ കണ്ടല്ലോ, ഇനി അടുത്ത വർഷം നോക്കാം. ഫുഡൊക്കെ ഒരുപാടൊന്നും കഴിച്ചില്ല, ഫുഡ് എക്സിബിഷൻ ആയിരുന്നു. കുറച്ചെന്തൊക്കെയോ കഴിച്ചു, അത് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ കഴിക്കുന്നൊന്നും ഷൂട്ട് ചെയ്തില്ല, പക്ഷെ ഫുഡിൻ്റെ ഒക്കെ കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിലെ പട്ടി അതൊന്നുണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല. മിണ്ടാതിരിക്കും പട്ടിയോടെ, ഒന്നുമില്ല.
ഇവിടെ ഒരു വട്ടിയില്ല കേട്ടോ. അങ്ങനെ ആ ബ്യൂട്ടി കോണ്ടസ്റ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് കയറി. നമ്മൾ എവിടെ പോയാലും എപ്പോൾ പോയാലും എവിടെ പോയാലും തിരിച്ച് നമ്മുടെ സ്ഥലം ഇത് തന്നെയാണ്, അടുക്കള. എന്ത് ചെയ്യാനാണ്? അപ്പോൾ അടുക്കളയിൽ വന്നിട്ട് വീണ്ടും രാത്രിയിലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഏട്ടൻ ഒന്നും കഴിക്കാതെയല്ലേ വന്നത്. ഞങ്ങളൊക്കെ അകടം പകടം എന്തെങ്കിലുമൊക്കെ കഴിച്ചു, പക്ഷേ ഏട്ടനൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുമായിരുന്നു. പാത്രമെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അങ്ങനെയാണ്, അടുക്കളയായാലും വീടായാലും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോകും. അപ്പം നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേന് നല്ല ഒരു ആശ്വാസമായിരിക്കും വീടിനകം കാണുമ്പോഴത്തേന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.